സ്നേഹരാഗം ഭാഗം 17. എന്താ പൂജ, എന്തിനാ താൻ ഇങ്ങനെ കരയുന്നത്? വിറകൊള്ളുന്ന ശബ്ദവുമായി നന്ദന ചോദിച്ചു. ഏട്ടത്തി ഒന്ന് വേഗം വരുമോ? അച്ഛന് ഒരു ആക്സിഡന്റ്. എനിക്ക് പേടിച്ചിട്ട് കൈയും കാലും വിറയ്ക്കുന്നു, പൂജ പറഞ്ഞൊപ്പിച്ചു. അച്ഛനിപ്പോൾ എവിടെയാ? നന്ദന വെപ്രാളത്തിൽ ചോദിച്ചു. DK ഹോസ്പിറ്റലിൽ, അവൾ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് വരാം എന്നും പറഞ്ഞ് ഫോൺ വയ്ക്കുമ്പോൾ നന്ദനയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവൾ ബാഗ് എടുക്കാനായി സ്റ്റാഫ് റൂമിലേക്ക് പോയപ്പോൾ അവിടെ എല്ലാവരുമുണ്ട്. എന്തു പറ്റി? അവളുടെ മുഖം കണ്ടപ്പോൾ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അവർക്ക് തോന്നി. കാര്യം മനസ്സിലാകാതെ അവർ തിരക്കി. അച്ഛന് ഒരു ആക്സിഡന്റ്, എനിക്ക് വേഗം പോണം, കണ്ണുകൾ തുടച്ച് അവൾ പറഞ്ഞു. എങ്ങനെ പോകും? ഭരത് ചോദിച്ചു. എൻ്റെ വണ്ടി ഉണ്ടല്ലോ, ഞാൻ സാറിനോട് പറഞ്ഞിട്ട് വരാം. നീ തനിയെ പോകണ്ട, ഞാൻ കൂടെ വരാം. ഭരത്തും കൂടെ ചെന്നു. അനുവാദം ചോദിച്ച് അവർ അകത്ത് കടന്നു. സർ, നന്ദനയുടെ ഫാദർ ഇൻ ലോക്ക് ഒരു ആക്സിഡന്റ്, പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു. അതിന്? പ്രകാശ് അവനോട് ചോദിച്ചു. ഞാനും കൂടെ പോകാമെന്ന് വിചാരിച്ചു, സാറിൻ്റെ പെർമിഷൻ വാങ്ങാൻ വന്നതാ, ഭരത് പറഞ്ഞു. രണ്ടുപേരും കൂടി പോയാലെങ്ങനെയാ? ക്ലാസ് മുടങ്ങില്ലേ? പ്രകാശ് ചോദിച്ചു. ഈ സാഹചര്യത്തിൽ അതാണോ വലിയ പ്രശ്നം? ഇവിടെ വേറെയും സ്റ്റാഫുണ്ടല്ലോ, ഭരത് പറഞ്ഞു. അതുതന്നെയാ ഞാനും പറയുന്നത്. ഇവിടുത്തെ സ്റ്റാഫിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാൽ അത് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുമുണ്ട്. ഭരത് പൊയ്ക്കോ, നന്ദനയുടെ കൂടെ ഞാൻ പൊയ്ക്കോളാം. അതും പറഞ്ഞ് അവൻ നന്ദനയെ നോക്കി. താൻ പോയി എടുക്കാനുള്ളത് എടുത്തിട്ട് വാ, അവൻ പറഞ്ഞു. സാർ വരണമെന്നില്ല, നന്ദന പറഞ്ഞു. ഇങ്ങനെയുള്ള അവസ്ഥയിൽ താൻ വാശി പിടിക്കാൻ നിൽക്കരുത്, വേഗം താഴേക്ക് വാ. അതും പറഞ്ഞ് പ്രകാശ് എഴുന്നേറ്റ് ക്യാബിന് പുറത്തേക്ക് പോയി. എന്തു വേണമെന്നറിയാതെ ഒരു നിമിഷം നന്ദന അവിടെ നിന്നുപോയി. പിന്നെ പുറത്ത് കടന്ന് സ്റ്റാഫ് റൂമിൽ പോയി ബാഗ് എടുത്തു. ഫോൺ എടുത്ത് നോക്കിയപ്പോൾ സ്വിച്ച് ഓഫ് ആണ്. ഇതെപ്പോൾ സ്വിച്ച് ഓഫ് ആയി എന്ന് അവൾ ആലോചിച്ചു. ബാഗ് എടുത്ത് തിരിയുമ്പോൾ ഭരത്തും മഞ്ജുവും വാതിൽക്കൽ നിൽപ്പുണ്ടായിരുന്നു. അയാളോട് ഒരു സംസാരത്തിന് നിൽക്കണ്ട എന്ന് കരുതിയാ? ഇല്ലെങ്കിൽ ഞാൻ കൂടെ വന്നേനെ, ഭരത് പറഞ്ഞു. ഭരത് വരണ്ട, എന്തെങ്കിലും ദേഷ്യം തീർക്കും പിന്നീട് അയാൾ. ഞാൻ എന്തായാലും ഇവിടെ നിന്നും പോകാൻ നിൽക്കുകയല്ലേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. അതും പറഞ്ഞ് അവൾ അവിടെ നിന്നും ഇറങ്ങി. താഴേക്ക് വന്നപ്പോൾ നന്ദനയെ കാത്ത് പ്രകാശ് നിൽപ്പുണ്ടായിരുന്നു. അവൾ അടുത്തെത്തിയപ്പോൾ കയറൂ എന്ന് പറഞ്ഞ് പ്രകാശ് കാറിൻ്റെ ഡോർ തുറന്നു കൊടുത്തു. ഞാൻ എൻ്റെ വണ്ടിയിൽ വരാം. സ്കൂട്ടി എടുക്കാനായി അവൾ പോകാൻ നിന്നപ്പോൾ അയാൾ വിലക്കി. അത് അവിടെ ഇരിക്കട്ടെ, നമുക്ക് പോയി വരാം, അവൻ പറഞ്ഞു. അച്ഛൻ്റെ സ്ഥിതി എന്തെന്നറിയാം ആദ്യം, വണ്ടി നമുക്ക് പോകുമ്പോൾ എടുക്കാം. എന്തായാലും നീ വാ. കാർ ഹോസ്പിറ്റലിനെ ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങി. എൻ്റെ ഒരു ഫ്രണ്ട് അവിടെയുണ്ട്, ഡോക്ടർ അനിൽ. പേടിക്കാതെ വാ, കാർ നിർത്തി പ്രകാശ് പറഞ്ഞു. അതോടെ അവൾ ഇറങ്ങി കൂടെ ചെന്നു. അവൾ നടക്കുന്നതിനിടയിൽ പൂജയെ ഒന്ന് വിളിച്ചു. പൂജ അവരോട് കാഷ്വാലിറ്റിയിലേക്ക് ചെല്ലാൻ പറഞ്ഞു. പ്രകാശിനൊപ്പം അങ്ങോട്ട് നടക്കുമ്പോൾ ഒരു ഭയം അവളെ വന്ന് പൊതിഞ്ഞു. കാഷ്വാലിറ്റിയിലെത്തിയതും പൂജ ഓടി വന്ന് അവളുടെ കയ്യിൽ പിടിച്ചു. എന്താ അച്ഛന് പെട്ടെന്നുണ്ടായത്? പൂജയോടായി അവൾ ചോദിച്ചു. അച്ഛൻ ടൗണിൽ നിന്നും വരുമ്പോൾ ഏതോ ഒരു വണ്ടി ഇടിച്ചതാ, തലയിലും കയ്യിലും കാലിലുമെല്ലാം മുറിവുണ്ട്, പൂജ വെപ്രാളത്തിൽ പറഞ്ഞു. ഡോക്ടർ എന്തു പറഞ്ഞു? നന്ദന പേടിച്ചു. എനിക്കൊന്നും അറിയില്ല ചേച്ചി, എന്തൊക്കെയോ പറയുന്നുണ്ട്. അതും പറഞ്ഞ് പൂജ നന്ദനയുടെ തോളിലേക്ക് ചാഞ്ഞു. നന്ദന പ്രഭാവതിയെ ഒന്ന് തിരഞ്ഞു. കുറച്ച് അപ്പുറത്ത് ഇവമോളെയും പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു അവർ. പ്രഭാവതിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. പ്രകാശ് ഡ്യൂട്ടി ഡോക്ടറോട് സംസാരിച്ച ശേഷം ചന്ദ്രൻ്റെ അരികിലേക്ക് ചെന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിലും നെറ്റിയിലും ഡ്രസ് ചെയ്തിട്ടുണ്ട്. ചന്ദ്രൻ്റെ അടുത്തു നിന്നും തിരിച്ചെത്തിയപ്പോൾ നന്ദന പ്രകാശിൻ്റെ അടുത്തേക്ക് ചെന്നു. സാർ, അച്ഛൻ എങ്ങനെയുണ്ട്? അവൾ ആകാംക്ഷയോടെ ചോദിച്ചു. അച്ഛൻ ഓക്കെയാണ് നന്ദു, പ്രകാശ് പറഞ്ഞു. ചന്ദ്രൻ ഓക്കെയാണ് എന്ന് കേട്ടപ്പോൾ അത് അവളിൽ ആശ്വാസം നിറച്ചു. അച്ഛനെ കാണാൻ പറ്റുമോ സർ? അവൾ ചോദിച്ചു. പെട്ടെന്ന് ഇറങ്ങണം, പേഷ്യൻസിനെ ഡിസ്റ്റർബ് ചെയ്യരുത്. അതോടെ പ്രകാശ് അവളെ കൂട്ടി ചന്ദ്രൻ്റെ അടുത്തേക്ക് നടന്നു. ചന്ദ്രൻ്റെ അടുത്തേക്ക് നടക്കുമ്പോൾ അപ്പുറത്ത് നെറ്റിയിൽ നിന്നും കയ്യിൽ നിന്നും രക്തമൊഴുകി സ്ട്രെക്ചറിൽ കിടക്കുന്ന ഒരു യുവാവിനെ അവൾ കണ്ടു. അവൻ്റെ മുറിവ് നഴ്സ് ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ അവൾക്ക് കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നി. കുഴഞ്ഞു വീഴാൻ തുടങ്ങിയ നന്ദനയെ പ്രകാശ് തൻ്റെ നെഞ്ചോട് ചേർത്തു. നന്ദന മിഴികൾ തുറക്കുമ്പോൾ അടുത്ത് പൂജ ഇരിപ്പുണ്ടായിരുന്നു. ഏട്ടത്തി, കുഴപ്പമൊന്നുമില്ലല്ലോ? പൂജ ചോദിച്ചു. നഴ്സ് അന്നേരം അവർക്കരികിലേക്ക് വന്നു. ഇത്രയും ധൈര്യമില്ലാത്തവർ ഇതിനുള്ളിലേക്ക് എന്തിനാ വന്നത്? അല്പം ഈർഷ്യയോടെ തന്നെ നഴ്സ് ചോദിച്ചു.
നിങ്ങൾ പുറത്തേക്കിരുന്നോളൂ എന്ന് നഴ്സ് പറഞ്ഞപ്പോൾ നന്ദനയുടെ കയ്യും പിടിച്ച് പൂജ പുറത്തേക്ക് കടന്നു. വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കുമ്പോൾ നന്ദന എന്ന് വിളിച്ച് പ്രകാശ് അവളുടെ അടുത്തേക്ക് വന്നു. എന്തൊരു വീഴ്ചയായിരുന്നടോ, കണ്ടപ്പോൾ തന്നെ എനിക്ക് ടെൻഷനായി, പ്രകാശ് പറഞ്ഞു. ആര് വീണു? അവൻ പറഞ്ഞത് വ്യക്തമായി മനസ്സിലാക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. അപ്പോൾ ഒന്നും ഓർമ്മയില്ല അല്ലേ? അച്ഛൻ്റെ അരികിലേക്ക് പോകുമ്പോൾ നീയല്ലേ ബ്ലഡ് കണ്ട് തലചുറ്റി വീണത്, പ്രകാശ് പറഞ്ഞു. എന്നാൽ ഇനി ഞാൻ ഇറങ്ങുക. കാലിൽ പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞാൽ അച്ഛനെ മുറിയിലേക്ക് മാറ്റും എന്നാണ് ഡോക്ടർ പറഞ്ഞത്. നോക്കിയിട്ട് നാളെ പോകാമെന്നും പറഞ്ഞിട്ടുണ്ട്. തൻ്റെ വണ്ടി ഞാനിങ്ങോട്ട് എത്തിക്കാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഞാൻ വരാം. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ, അവൻ പറഞ്ഞുകൊണ്ട് ഇറങ്ങി. രാത്രിയോടുകൂടി പ്രകാശ് പറഞ്ഞയച്ചതാണെന്നും പറഞ്ഞ് ഒരാൾ നന്ദനയുടെ സ്കൂട്ടി കൊടുത്തു. സ്കൂട്ടിയുടെ താക്കോൽ അവളെ ഏൽപ്പിച്ച് മടങ്ങിപ്പോവുകയും ചെയ്തു. അച്ഛൻ്റെ കാര്യം പറയാൻ വേണ്ടി അർജുൻ്റെ ഫോണിലേക്ക് വിളിച്ചെങ്കിലും അവൾക്ക് അന്നേരം ഫോൺ കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ ഫോണിലേക്ക് മെസ്സേജ് അയച്ചിരുന്നു. രാത്രിയിലേക്കുള്ള ഭക്ഷണം ക്യാൻറ്റീനിൽ നിന്നും വാങ്ങുകയാണ് ചെയ്തത്. ഭക്ഷണം കഴിഞ്ഞ് ചന്ദ്രൻ ഉറങ്ങിയപ്പോൾ പ്രഭാവതി നന്ദനയെ വിളിച്ച് പുറത്തേക്കിറങ്ങി. നീ ആരുടെ കൂടെയാ ഹോസ്പിറ്റലിലേക്ക് വന്നത്? മുഖവുര ഒന്നും കൂടാതെ പ്രഭാവതി ചോദിച്ചു. അത് സെൻറ്ററിലെ MDയുടെ മകനാണ്. മാധവൻ സാറിന് വയ്യാതിരിക്കുന്നത് കാരണം ഇപ്പോൾ പ്രകാശ് സാറാണ് കാര്യങ്ങളെല്ലാം നോക്കുന്നത്, നന്ദന പറഞ്ഞു. അവനുമായിട്ട് നിനക്കെന്താ ബന്ധം? പതിഞ്ഞ ശബ്ദത്തോടെയാണെങ്കിലും ആ ചോദ്യത്തിന് നല്ല മൂർച്ചയുണ്ടായിരുന്നു. എനിക്കെന്ത് ബന്ധം അമ്മേ? ഞാനവരുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന വെറും ഒരു സ്റ്റാഫ് മാത്രമാണ്. ഓഫീസിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫിനെ നന്ദു എന്നൊക്കെ വിളിച്ച് താലോലിച്ചു കൊണ്ട് നടക്കുമോ? അങ്ങനെ ചെയ്യേണ്ട എന്ത് കാര്യമാണ് അയാൾക്കുള്ളത്? അല്ലെങ്കിൽ തന്നെ നിനക്ക് ഒറ്റയ്ക്ക് വന്നാൽ പോരെ? അയാളെ കൂട്ടുപിടിച്ചതെന്തിനാ? ഒറ്റയ്ക്ക് ഇവിടെ വരാൻ അറിയില്ലേ നിനക്ക്? പ്രഭാവതി ദേഷ്യത്തിൽ ചോദിച്ചു. അറിയാം, അവൾ പതിയെ പറഞ്ഞു. പിന്നെന്തിനാടി നീ അവൻ്റെ കൂടെ വന്നത്? അതും ഒറ്റയ്ക്ക് കാറിൽ? കത്തിജ്വലിച്ചുകൊണ്ട് പ്രഭാവതി പറഞ്ഞു. അച്ഛന് ആക്സിഡൻറ്റ് പറ്റിയെന്നറിഞ്ഞപ്പോൾ എനിക്കാകെ സങ്കടവും പരിഭ്രമവുമായി. അത് കണ്ടപ്പോൾ സാർ കൂടെ വന്നതാണമ്മേ. ഞാൻ വരണ്ട എന്ന് പറഞ്ഞിട്ടും സാർ കേട്ടില്ല, അവൾ പ്രഭാവതിയുടെ ചോദ്യം കേട്ട് സങ്കടത്തിൽ പറഞ്ഞു. നീ വരണ്ട എന്ന് പറഞ്ഞിട്ടും വരാൻ മാത്രം എന്ത് സ്വാതന്ത്ര്യമാണ് അയാൾക്ക് നിന്നോടുള്ളത്? അവൻ്റെ ഒരു നന്ദു. കൈകൊണ്ട് ഒരാംഗ്യം കാണിച്ച് പ്രഭാവതി പറഞ്ഞു. എൻ്റെ മോൻ്റെ താലിയും കഴുത്തിലിട്ട് അവനെ ചതിക്കാൻ നോക്കിയാലുണ്ടല്ലോ, പിന്നെ ആ താലി നിൻ്റെ കഴുത്തിലുണ്ടാവില്ല. അതും പറഞ്ഞ് കലിതുള്ളി പ്രഭാവതി അകത്തേക്ക് പോയി. താനും പ്രകാശും തമ്മിൽ അരുതാത്ത ബന്ധമുണ്ടെന്ന മട്ടിൽ പ്രഭാവതി സംസാരിച്ചത് അവൾക്ക് സങ്കടമായി. തിരികെ റൂമിലേക്ക് പോകാതെ അവിടെ തന്നെ ഇരുന്ന് നേരം വെളുപ്പിച്ചു. 6 മണിയോടെ എഴുന്നേറ്റ് റൂമിൽ പോയി. ചാരിയിട്ട വാതിൽ തുറക്കുമ്പോൾ തൊട്ടടുത്ത ബെഡിൽ പ്രഭാവതി ഉറക്കമായിരുന്നു. ചന്ദ്രൻ ഉണർന്നു കിടക്കുന്നുണ്ടായിരുന്നു. അച്ഛാ, ചന്ദ്രൻ്റെ അടുത്തിരുന്ന് അവൾ വിളിച്ചു. അദ്ദേഹം പുഞ്ചിരിയോടെ അവളെ നോക്കി. ഇപ്പോൾ എങ്ങനെയുണ്ടച്ഛാ? അവൾ ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല മോളെ, ചെറിയൊരു വേദനയൊക്കെയുണ്ട്, അയാൾ പറഞ്ഞു. ഞാനൊന്ന് ഫ്രഷായിട്ട് വരട്ടെ. പറഞ്ഞുകൊണ്ട് അവൾ വാഷ്റൂമിലേക്ക് പോയി. അവിടെ നിന്നും പുറത്തിറങ്ങുമ്പോൾ പ്രഭാവതി ബെഡിൽ എഴുന്നേറ്റിരിപ്പുണ്ട്. ഞാൻ ക്യാൻറ്റീനിൽ പോയി എന്തെങ്കിലും വാങ്ങിയിട്ട് വരാം, അവൾ പറഞ്ഞു. പ്രഭാവതി മറുപടി പറയാതെ ഇരുണ്ട മുഖവുമായി ഒന്ന് തലയാട്ടി. അവൾ ബാഗിൽ നിന്നും പേഴ്സെടുക്കുമ്പോഴാണ് ആരോ വാതിലിൽ തട്ടിയത്. നന്ദന ചെന്ന് വാതിൽ തുറന്ന് നോക്കുമ്പോൾ അർജുനായിരുന്നു. അവളെ ആകെ ഒന്ന് നോക്കിയ ശേഷം അവൻ മുറിയിൽ കയറി ചന്ദ്രൻ്റെ അരികിലിരുന്നു. അച്ഛനോട് സുഖവിവരങ്ങൾ അന്വേഷിക്കുന്ന അർജുനെ നോക്കി ചുമരിൽ ചാരി നന്ദന നിന്നു. ഇന്ന് ഡിസ്ചാർജ് ആകുമെന്നല്ലേ പറഞ്ഞത്? അമ്മയോട് അർജുൻ ചോദിച്ചു. അതെ, പ്രഭാവതി പറഞ്ഞു. എന്നാൽ നന്ദുവും അമ്മയും വീട്ടിലേക്ക് പോയിക്കോളൂ, ഞാൻ അച്ഛനെയും കൂട്ടി വരാം, അവൻ പറഞ്ഞു. ഡിസ്ചാർജായി നമുക്ക് ഒരുമിച്ച് പോകാം മോനെ, പ്രഭാവതി പറഞ്ഞു. വെറുതെ എന്തിനാ എല്ലാവരും കൂടി നിൽക്കുന്നത്? പിന്നെ അമ്മേ, ഞാൻ വിവേകിന് വിളിച്ചിരുന്നു. അവനോട് എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ഇന്ന് രാത്രി തന്നെ എത്തും. എന്തിനാ വെറുതെ അവനെ ഇങ്ങോട്ട് വരുത്തിയത്? അതിന് മാത്രം കുഴപ്പമൊന്നുമില്ലല്ലോ എനിക്ക്, അർജുൻ പറഞ്ഞത് ശ്രദ്ധിച്ച് ചന്ദ്രൻ പറഞ്ഞു. ഞാൻ അവനോട് വരാനൊന്നും പറഞ്ഞില്ല അച്ഛാ. അച്ഛൻ്റെ വിവരങ്ങൾ കേട്ടപ്പോൾ അവന് വരാൻ തോന്നിക്കാണും, അർജുൻ പറഞ്ഞു. അമ്മയും നന്ദുവും വീട്ടിലേക്ക് പോയിക്കോ, ബാക്കിയുള്ള കാര്യങ്ങൾ വീട്ടിൽ വന്ന് സംസാരിക്കാം. പറഞ്ഞു നിർത്തുമ്പോൾ അവൻ്റെ നോട്ടം നന്ദനയിൽ തന്നെയായിരുന്നു. അത് കണ്ടപ്പോൾ നന്ദനയ്ക്ക് പ്രഭാവതി എന്തൊക്കെയോ അർജുനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. അവൻ്റെ വാക്കുകൾ അത് പ്രതിഫലിച്ചിരുന്നു.
ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങി നന്ദനയും പ്രഭാവതിയും പാർക്കിംഗ് ഏരിയയിലേക്ക് നടന്നു. അമ്മയുടെ മുഖഭാവം കണ്ടപ്പോൾ അവൾക്കൊന്നും സംസാരിക്കാൻ തോന്നിയില്ല. "ഞാനിവിടെ നിൽക്കാം, നീ വണ്ടിയെടുത്തു വാ" എന്നും പറഞ്ഞ് പ്രഭാവതി കുറച്ച് ഒന്നങ്ങ് നീങ്ങി നിന്നപ്പോൾ നന്ദന വണ്ടിയെടുക്കാനായി പോയി. സ്കൂട്ടിയുമായി പ്രഭാവതിയുടെ മുന്നിലേക്ക് വന്നു നിർത്തി. "കയറിക്കോളൂ അമ്മേ" അവൾ പറഞ്ഞു. പ്രഭാവതി പതിയെ കയറിയിരുന്നു. അവൾ വണ്ടി മുന്നോട്ടെടുത്തു. വീട്ടിലെത്തിയതും പ്രഭാവതി താക്കോലെടുത്ത് വീട്ടിലേക്ക് കയറി. അവർ വാതിൽ തുറന്നപ്പോഴേക്കും പിന്നാലെ നന്ദനയും ഉമ്മറത്തെത്തിയിരുന്നു. പ്രഭാവതി അവളോടൊന്നും മിണ്ടാതെ മുറിയിൽ കയറിപ്പോയി. അപ്പോൾ അവളും മുറിയിലെത്തി. കുളിച്ചു മാറാനുള്ള ഡ്രസ്സുമെടുത്ത് വാഷ്റൂമിൽ പോയി. കുളി കഴിഞ്ഞ് ഹാളിലെത്തിയപ്പോഴും പ്രഭാവതിയുടെ മുറി അടഞ്ഞു കിടക്കുകയായിരുന്നു. അതോടെ അവൾ അടുക്കളയിലേക്ക് പോയി. അടുക്കളയിൽ കഴുകാനുള്ള പാത്രങ്ങൾ സിങ്കിൽ കിടപ്പുണ്ടായിരുന്നു. ചോറും കറികളും അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഹോസ്പിറ്റലിലായതുകൊണ്ട് തന്നെ അവൾക്ക് ശരിക്കും ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. അതിൻ്റെ ഭാഗമായി തലവേദന തുടങ്ങിയിരുന്നു. അടുക്കളയിലെത്തി എല്ലാം കൂടി കണ്ടപ്പോൾ അവൾക്ക് തലവേദന വീണ്ടും കൂടി. താൻ വന്നതുകൊണ്ട് തന്നെ അമ്മ ഈ വഴിക്ക് വരില്ലെന്ന് ഉറപ്പുണ്ടായതിനാൽ അവൾ പാത്രങ്ങളെല്ലാം കഴുകിവച്ച് കാപ്പി വയ്ക്കാനുള്ള പാത്രത്തിലേക്ക് വെള്ളം പകർന്നു. കാപ്പി ഉണ്ടാക്കി പ്രഭാവതിക്കുള്ളത് മാറ്റിവെച്ച് ഒരു ഗ്ലാസ് കാപ്പിയുമായി അവൾ ടേബിളിൽ വന്നിരുന്നു. അപ്പോഴെല്ലാം അവളുടെ മനസ്സിൽ അർജുൻ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞ കാര്യങ്ങളായിരുന്നു. എന്തോ ഒന്ന് മനസ്സിൽ വെച്ചുകൊണ്ടുള്ള അവൻ്റെ സംസാരം അവളുടെ കാതിൽ മുഴങ്ങി. എന്തായാലും അതിനെച്ചൊല്ലി ഒരു വഴക്കുണ്ടാകുമെന്ന് അവൾക്കറിയാമായിരുന്നു. അവൻ്റെ ആ നോട്ടം അവളുടെ മനസ്സിൽ നിന്നും പോകുന്നില്ലായിരുന്നു. ആ നോട്ടം 1000 ചോദ്യങ്ങൾ അവളുടെ മനസ്സിൽ നിറച്ചു. ഹോസ്പിറ്റലിൽ നിന്നും അർജുൻ വന്നാൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് അവൾക്ക് തോന്നി. അർജുൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയണമെങ്കിൽ അടുത്ത എപ്പിസോഡ് വരെ കാത്തിരുന്നേ മതിയാകൂ. അതുപോലെ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. തുടർന്നും നിങ്ങളുടെ സ്നേഹവും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് കഥ ഇനിയും തുടരും.